UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ചൊല്ലിയതിനെ ചൊല്ലി കേരളത്തിൽ വലിയ ചർച്ചകളായിരുന്നല്ലോ. ഫേസ്ബുക്കിലൊരു പോസ്റ്റിട്ട് ഇതിനൊക്കെ തുടക്കമിട്ടത് പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് ആയിരുന്നു. പിന്നെ സകല സഖാക്കളും അത് ഏറ്റുപിടിച്ചു ചർവിത ചർവണമാക്കി. വന്ദേമാതരം ആലപിച്ചതിനെപ്പറ്റി മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായി മറുപടി നൽകിയിട്ടും സഖാക്കളുടെ ചൊറിച്ചിൽ മാത്രം മാറിയില്ല. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപനത്തിൻ്റെ അന്ന് വന്ദേമാതരം മുഴുവൻ ആലപിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ആദ്യ ഈരടികളിൽ മാത്രം ഒതുക്കി. LDF ആയിരുന്നെങ്കിൽ ആ ആദ്യ ഈരടികൾ പോലും ആലപിക്കില്ലായിരുന്നു എന്നും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നുമൊക്കെയായിരുന്നു സഖാക്കളുടെ വാദം. യഥാർത്ഥത്തിൽ വന്ദേമാതരം ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ വന്ദേമാതരം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. പക്ഷേ ഇന്ന് സംഭവിച്ചത് കണ്ടോ? മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് നിലകൊള്ളുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടകനായ വേദിയിൽ വന്ദേമാതരം കോൺഗ്രസ് പുനഃസ്ഥാപന ദിനാഘോഷ വേദിയിലാണ് സംഭവം. വന്ദേമാതരത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഇനിയിപ്പോ റഹീമാദി, സ്വരാജ്, റിയാസ്, വസീഫുകളും എന്നാ ചെയ്യും മത്തായി? എന്തായാലും ക്യാപ്സൂളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല.